നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലുളപ്പിൽ. എനിക്കുണ്ടായ കുറേ അനുഭവങ്ങൾ, കുറേ പ്രശ്നങ്ങൾ കുരുമുളക് തൈ നട്ടിട്ട് PVC കുരുമുളക് തൈ നട്ടിട്ട് ഉണ്ടായല്ലോ. അപ്പോൾ അതായിട്ട് ഇതിൻ്റെ മുന്നത്തെ വീഡിയോകൾ കണ്ട ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ കേടായ കുരുമുളക് ചെടികൾ മാറ്റിയിട്ട് റീപ്ലാന്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ കുറേ നാളെ വീഡിയോ ചെയ്തിട്ട് കുരുമുളകിൻ്റെ എന്നല്ല, എല്ലാ വീഡിയോ ചെയ്തിട്ടും കുറേ നാളെ. അപ്പോൾ പ്രേക്ഷകരൊക്കെ കുറേ പേര് വ്യൂസിൽ നിന്ന് വിട്ടുപോയ ഒരു ലക്ഷണമാണ് കാണാനുള്ളത്. നമ്മൾ നട്ട് വളർന്നു വന്നാലല്ലേ നമുക്ക് അതിൻ്റെ റിക്കവറി വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇപ്പോൾ വീഡിയോ ചെയ്യാത്ത, രണ്ടാമത് നട്ടിട്ട് എന്തായി? അപ്പോൾ പലർക്കും അറിയാം, നമ്മുടെ കുരുമുളക് തൈ ആദ്യം നട്ടിട്ട് തൈയിന് കേട് വന്നിട്ട് നമ്മൾ ഫുള്ള് പറിച്ച് കളഞ്ഞ് റീപ്ലാന്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ കുറച്ച് തൈകൾ പഴയതും നിൽക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഒപ്പം നമ്മൾ റീപ്ലാന്റ് ചെയ്തതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. അതിന് പുറമെ നമുക്ക് ചെറിയൊരു ഡൗട്ട് പ്രേക്ഷകരോട്, അപ്പോൾ ആ ഡൗട്ടും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് തരണം നിങ്ങളെല്ലാവരും സഹകരിച്ച്. അപ്പോൾ അത് ഞാൻ ചെയ്യണ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റിൽ ബോധിപ്പിക്കുക. അപ്പം നമ്മൾ നട്ട ചെടി, അതായത് എനിക്ക് തോന്നുന്നു ഒരു 7-8 മാസം കൂടെയുണ്ട്. ആ വേനൽ തുടങ്ങുന്നതോട് കൂടിയാണ് നമ്മൾ രണ്ടാമത് റീപ്ലാന്റ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നട്ട തൈയാണ് കാണിക്കാൻ പോണത്. ഇതിപ്പോൾ കണ്ട ഈ തൈയാണ്, നമ്മൾ നാടൻ തൈയാണ് ഇപ്പോൾ നട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന തൈകളിൽ നിന്ന് തണ്ട് പറിച്ചിട്ട് ആ തണ്ട് മുളപ്പിച്ചിട്ടിട്ട് അതാണ് നമ്മൾ നടണേ. അപ്പോൾ 7-8 മാസം കൊണ്ട് ഈ തൈ ഇവിടെ കാലുമ്മ കയറിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒരു 4 അടി നീളത്തിൽ വളർന്നുണ്ട്. ഒപ്പം ഇതിലേക്ക് കാലുമിലേക്ക് ഏകദേശം 2 അടിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം നട്ട വേറൊരു തൈയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ നാടൻ തൈകളുടെ പ്രത്യേകതയാണ് ഇത്. കണ്ട, ഇപ്പോഴും ഈ തൈ ഇത്രയേ ആയിട്ടുള്ളൂ. അത് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു ഇല തളിരിട്ട് വന്നത്. ഇത് എന്താണെന്ന് അറിയില്ല, വളർച്ച വളരെ കുറവാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വേറൊരു തൈയുണ്ട്. ഇത് കണ്ട, ഇതിനിപ്പോൾ നമ്മൾ ഡോളോമേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് pH കൺട്രോൾ ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തൈ ഈ ഒരു പരുവത്തിൽ എത്തിയിരിക്കണമെന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പഴയ തൈ നിന്നോടത്തുനിന്ന് അതേ സ്പോട്ടിൽ നമ്മൾ തൈ കൂടുതൽ പാവിയ തൈ നമ്മൾ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ വർഷക്കാലം മുതൽ നമ്മൾ വളം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വളം ചെയ്യണതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ ഡോളോമേറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോളോമേറ്റ് കൊടുത്ത് ഇനി pH ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വളം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ കാരണം വെച്ചാൽ pH ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വളം ആ ചെടിക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. എങ്കിലിരുന്നാലും നമ്മുടെ തോട്ടത്തിലുണ്ടായിരുന്ന പഴയ കേട് ഇപ്പോഴും പുതിയത് നട്ട ചില ചെടികൾക്കുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം റീപ്ലാന്റ് ചെയ്തതിൻ്റെ ഒപ്പം അതേ ഇനത്തിൽപ്പെട്ട അതേ തൈയാണ് റീപ്ലാന്റ് ചെയ്ത്. ഈ ചെടിക്ക് ഇപ്പോഴും ഈ കേടുണ്ട്. കണ്ട, ഇലകളൊക്കെ കണ്ട ഒരുമാതിരി കുരുടിച്ച പോലെ. ഈ കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മരുന്നടിച്ചാലും എന്ത് ചെയ്താലും പിന്നെ ഇതിനൊരു റിക്കവറി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ചുമ്മാ നിർത്തിയിരിക്കണുള്ളൂ. ഇതെന്തായാലും ഇപ്രാവശ്യം നമ്മൾ ഇത് പൂർണ്ണമായിട്ടും പറിച്ച് കളഞ്ഞ് വേരോടുകൂടെ പറിച്ച് കളഞ്ഞിട്ട് നമ്മൾ പുതിയത് റീപ്ലാന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നട്ട മറ്റൊരു തൈയാണിത്. ഇത് ഏകദേശം നമ്മുടെ ഒരു ഹാഫിൻ്റെ മേളിലേക്ക് ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ കരുത്തുള്ളതുപോലെ പെട്ടെന്ന് പടർന്ന് വലുതായി വരുന്നുണ്ട്. ചിലത് ഇപ്പോഴും ഭൂമിയിൽ നിന്ന് പൊന്താത്തുണ്ട്. അപ്പോൾ ഈ കുരുമുളക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മെയിനായിട്ട് വേണ്ടത് ക്ഷമയാണ്. എന്താ കാരണം വെച്ചാൽ ഇത് വളരും, പക്ഷേ ചിലതിന് സമയമെടുക്കും. ചിലത് പെട്ടെന്ന് വളരാറുണ്ട്, ചിലത് വളരാൻ സമയമെടുക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആരും ധൃതി പിടിക്കരുത്. നട്ട ഇത്ര സമയത്തിനുള്ളിൽ ഇത് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പല വീഡിയോയിലും പറയണ പോലെ ഞാൻ 1-ാം വർഷം കായ പറിച്ചു, 2-ാം വർഷം കായ പറിച്ചു, അതൊന്നും നമുക്ക് എല്ലാ തൈയിലും നമുക്ക് ലഭിക്കണമെന്നില്ല. അപ്പോൾ ഒരു തോട്ടത്തിൽ ഇതുപോലെയുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിട്ട് ഇപ്പോഴും വിടാതെ ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും PVC കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ റിക്കവറി ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്നത്. പക്ഷേ ചെറുതായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് കുറവുകൊണ്ടായിരുന്നു ആദ്യത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ചെറുതായിട്ട് അതിന് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നുണ്ട് ഈ ചെടിക്ക് എന്താണ് സംഭവിക്കുന്നത്, നെക്സ്റ്റ് ഇതിന് എന്ത് ചെയ്യണം, ഏത് തരത്തിലുള്ള വളം ചെയ്യണം. ഞാൻ ഇതിന് കൂടുതലും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജൈവവളമാണ്. പല രീതിയിലുള്ള വളങ്ങൾ പരീക്ഷിച്ച് നോക്കി. അതൊന്നും ചിലത് ഓക്കെ ആയി, ചിലത് അതിന് ഗുണം ചെയ്തില്ല. പക്ഷെ നമുക്ക് വിചാരിച്ച റിസൾട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ നമ്മുടെ പൂർവികന്മാരൊക്കെ എങ്ങനെയായിരുന്നു കുരുമുളക് കൃഷി ചെയ്ത് അത്ര തന്നെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കടയ്ക്കുള്ള പുല്ലുകളുണ്ട്, അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം വീഡ് മാറ്റ് ഇട്ടിരുന്നു. അപ്പോൾ പലർക്കും ചോദിക്കാം, നിങ്ങൾക്ക് പുല്ല് വരാതിരിക്കാൻ വീഡ് മാറ്റ് ഉപയോഗിച്ചുകൂടെ എന്ന്. വീഡ് മാറ്റ് ഇട്ടിരുന്നു.
ഇനി അതിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചെടികൾക്ക് ഒരു കരുത്തോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കയറി വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മുൻകരുതലിൽ നിന്നോണം നമ്മൾ ഈ വീഡ് മാറ്റ് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു. അതാണ് ഇപ്പോൾ തോട്ടത്തിൽ മുഴുവനും പുല്ല് കാണുന്നത്. ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം, തോട്ടം വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു തോട്ടമായിരുന്നു. നമുക്ക് ഏത് പാതിരാത്രിക്ക് ഇതിൽ കൂടെ നടന്ന് പോകാവുന്ന രീതിയിലുള്ള തോട്ടമായിരുന്നു. ഇപ്പോൾ ഇത് പണ്ടത്തെ ഒരു സ്റ്റൈലിലേക്ക് വന്നു. നമ്മുടെ പൂർവികന്മാരൊക്കെ എങ്ങനെയാണോ കൃഷി ചെയ്തിരുന്നത് ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് കണ്ട, ഇത് നമ്മൾ അന്ന് കട്ട് ചെയ്യാതെ നിർത്തിയ ഒരു കൊടിയാണ്. ഈ കൊടി അത്യാവശ്യം നമുക്ക് വളർച്ചയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചിലത് ഇങ്ങനെ നമുക്ക് 1-2 തൈകൾ കാണാം. അതായത് അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കൊന്ന് കാണിച്ചാൽ നമുക്ക് കാണാം. അന്ന് കുറേ തൈകൾ നമ്മൾ കട്ട് ചെയ്യാതെ നിർത്തി. അപ്പോൾ ആ കട്ട് ചെയ്യാതെ നിർത്തിയ തൈകളാണ് ഇപ്പോൾ ഈ പോസ്റ്റുമേ PVC പോസ്റ്റുമേ വളർന്ന് വലുതായി നിൽക്കുന്നത്. ചിലത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ചിലത് റിസൾട്ട് കുറവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നോളന്നില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് വന്നിട്ട് 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ എന്ന് പ്ലാൻ ചെയ്യണത് ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അത് 3 to 5 ഇയേഴ്സ് വരെ ആവാൻ സാധ്യതയുണ്ട്. ഇത് കംപ്ലീറ്റ് റീപ്ലാന്റ് ചെയ്ത് എല്ലാ കാലിലും നല്ലപോലെ കൊടി വരാൻ. ഇത് കണ്ട, ഇതിപ്പോൾ കറക്റ്റ് 2ാമത്തെ കൊല്ലാണ് ഞാൻ വിളവെടുക്കാൻ പോണത്. ഇതിൽ തിരി അത്യാവശ്യം തിരി വന്നിട്ടുണ്ട്. 7-7.5 ആ ഹൈറ്റിലാണ് ഇപ്പോൾ ഈ കൊടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 7.5 ഹൈറ്റിൽ നമുക്ക് ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഇതിൽ തിരി കാണുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ കൊല്ലാണ് തിരിയിടുന്നത്. ആദ്യത്തെ കൊല്ലം ഞാൻ നട്ട് 1 ഇയർ ആയപ്പോഴേക്കും ഇതിലൊക്കെ നമുക്ക് തിരി കിട്ടി. ഇത് നമ്മൾ അന്ന് ഫസ്റ്റ് നട്ടത് തെക്കൻ പേപ്പർ 1 and 2 ആയിരുന്നു. അപ്പോൾ 1-ൻ്റെയും 2-ൻ്റെയും 2-ൻ്റെയും കുറച്ച് നല്ല കടകളുണ്ടായിരുന്നു, നമ്മൾ കളയാതെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇത് വന്നിട്ട് 2 ആണ്. അപ്പോൾ ഇത് സിംഗിൾ തിരിയായിട്ടുണ്ടാവുന്നതാണ്. അതിന് അത്യാവശ്യം തിരികളൊക്കെ ഉണ്ട്. അങ്ങനെ 1-2 തൈകൾ ഇതും അതുപോലെ തന്നെ ഒരു 6-7 അടി ഹൈറ്റ് തന്നെയാണ് ഇതുള്ളൂ. ഇതിനും തിരി നല്ലപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ചേ തിരിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വർഷം 2ാമത്തെ വർഷമായപ്പോൾ ഒരുവിധം അത്യാവശ്യം നല്ല രീതിയിൽ തിരിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തെക്കൻ പേപ്പർ 1 ആണ്. തെക്കൻ പേപ്പർ 1 വന്നിട്ട് കണ്ട, നമുക്ക് ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ് നമ്മൾ അന്ന് ആ കൊടി കട്ടിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇത് കണ്ട, ഇതിപ്പോൾ ഇത്രയും ഹൈറ്റിൽ ഏകദേശം ഒരു 9 അടി ഹൈറ്റിൽ 9-10 അടി ഹൈറ്റിലേക്ക് ഒരു തരത്തിലുള്ള ബ്രാഞ്ചസും ഇല്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ഒറ്റത്തണ്ടാണ്, ഈ കടയ്ക്കെന്ന് വന്നിരിക്കുന്ന ഒറ്റത്തണ്ട് ഇതിങ്ങനെ പോയി ഏകദേശം 9 അടി ഹൈറ്റിലേക്ക് ഒറ്റത്തണ്ടായിട്ട് പോയിട്ടാണ് അവിടെ നിന്ന് പിന്നെ മേളിലേക്ക് നോക്കിയാൽ കാണാം നിറച്ച് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി PVCയിൽ നമുക്ക് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഈ തൈകൾ കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് ബ്രാഞ്ചസ് വരുത്താൻ നോക്കിയത്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അന്ന് നമുക്ക് ഇവിടെ നിന്ന് 1, 2, 3 ഇല കിട്ടി. ഈ 3 ഇല കിട്ടിയെങ്കിൽ പോലും പിന്നെ ഒരു 4 അടി ഹൈറ്റിലേക്ക് പോയതിന് ശേഷമാണ് പിന്നീട് അതിന് ഇല പൊട്ടിയതും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ കാലുമ്പോൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം 9 അടിയിൽ ഏകദേശം നമുക്ക് കാല് ഫ്രീ ആണ്. ഇതിൽ കുരുമുളക് ഉണ്ടാവുന്നില്ല. മേളിൽ നിന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ തിരി പിടിച്ചിട്ടുണ്ട്. ഇത് തെക്കൻ പേപ്പർ 1 ആണ്. അപ്പോൾ കൊലയായിട്ട് കായ്ക്കണത് ഏകദേശം ഒരു 1000 മണിയോളം ഒരു കൊലയിൽ കിട്ടുന്നതാണ് നമ്മുടെ ആളുടെ പേര് തോമസ് എന്ന മറ്റുമാണ് ആ ചേട്ടൻ്റെ പേര്, ആൾ പറഞ്ഞത്. അപ്പോൾ ഇതിലെനിക്ക് കാണാൻ കഴിഞ്ഞത് ഇതിൽ ചില കൊലകൾ കറക്റ്റാണ്, കൊലയായിട്ടുണ്ട്. ചിലത് ഒറ്റത്തിരിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിനിപ്പോൾ അതിൽ നിന്ന് ബ്രാഞ്ചസ് വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ സമയമാവണേ ഉള്ളൂ. ഇപ്പോൾ തിരിയായി തുടങ്ങിയിട്ടുള്ള കായായിട്ടില്ല. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇങ്ങനെ നമുക്കൊരു 1-2 റിസൾട്ടുകൾ കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇത്രയും നഷ്ടം സംഭവിച്ചാലും നമ്മൾ ചെയ്ത 1-2 എണ്ണത്തിന് നമുക്ക് റിസൾട്ട് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇനി ഇതിൻ്റെ തെക്കൻ പേപ്പർ 2ൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇത് കണ്ട, ഇത് ഒരു തെക്കൻ പേപ്പർ 2 ആണ്. അപ്പോൾ ഏകദേശം 1 അടിയോളം തിരി നീളം വരുന്ന തൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നാണ്. അതൊക്കെ ശരിയാണ്, 1 അടിയോളം തിരി നീളം വരുന്നുണ്ട്, നല്ല പോലെ കായ പിടിക്കുന്നുണ്ട്, നല്ല വെയിറ്റും ഉണ്ട് കായ്ക്ക്, അതൊക്കെ കറക്റ്റാണ്. ഇതിപ്പോൾ 2ാം കൊല്ലം എത്തിയൊരു തൈയാണ്. 2ാം കൊല്ലം എത്തിയെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 9 അടിയുടെ അടുത്ത് 8-9 അടിയുടെ അടുത്ത് ഇത് പന്തലിച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ കൊല്ലമാണ് കായ്ക്കാനും പോണത്. ഞാൻ പലരും പറഞ്ഞു ആദ്യത്തെ വർഷം ആരും തിരി കായ്ക്കാൻ വിടാറില്ല, പൊട്ടിച്ച് കളയുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. ആദ്യത്തെ വർഷവും ഇത് കാച്ചു.
കായ്ച്ചു. വളരെ കുറവ് വിരലിലെണ്ണാവുന്ന തിരിയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എങ്കിലും അത് കായ്ച്ചു. ഇക്കൊല്ലം നമുക്ക് തിരികളുടെ എണ്ണം കൂടുതലായിട്ട് കാണാണ്ട്. അപ്പോൾ ഇതിനി വരും വർഷങ്ങളിൽ ഇതിൻ്റെ എണ്ണം കൂടാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടെ അതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് കണ്ട, ഇതൊരു 6-7 അടി 7.5 അടി ഒരു 8 അടി കൂട്ടിക്കോളൂ. ഒരു 8 അടി ഹൈറ്റിൽ വന്നിട്ടുള്ള തെക്കൻ പേപ്പർ 2 ആണ്. അതിനും അത്യാവശ്യം നല്ല രീതിയിൽ തിരി പിടിച്ചിട്ടുണ്ട്. പുതിയ തിരികൾ വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 വർഷമായ ചെടിയുടെ മറ്റൊരു റിസൾട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിൻ്റെ ഒപ്പം വെച്ച ഒരു തൈ തന്നെയാണ്. നല്ല രീതിയിൽ മേളിൽ വരെ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ബ്രാഞ്ചസ് നല്ലപോലെ വന്നിട്ടുള്ളത് ഒരു 9 അടി ഹൈറ്റിൽ തന്നെയാണ് ബ്രാഞ്ചസ് വന്ന് നമുക്ക് കാണാനുള്ളത്. ഈ തൈ കഴിഞ്ഞ വർഷം കായ്ച്ചില്ല. അത് ഇക്കൊല്ലാണ് ആദ്യമായിട്ട് കായ്ക്കണത്. അപ്പോൾ 2ാമത്തെ കൊല്ലം. അപ്പോൾ അതിന് അവിടെ ഇവിടെയൊക്കെ 1-2 തിര, ഒരു 5-6 തിര നമുക്ക് കാണാനുള്ളൂ. പക്ഷെ ഞാൻ അത് പറിച്ച് കളയുന്നില്ല. ഇത് ഞാൻ കായാവട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റിസൾട്ടും ഉണ്ട്. നമ്മുടെ ഒരു തോട്ടത്തിലത്തെ സ്റ്റോറിയാണ് പറയുന്നത്. പലരും വീഡിയോ ചെയ്തിട്ട് എന്താ പറയുക, എല്ലാ കാലുമേയും കൊടിയൊക്കെ നിറഞ്ഞ് നിൽക്കണ ഒരു രീതിയിലൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ വീഡിയോ ഉണ്ട്. ഇത് 1ാം വർഷമാണ്, 2ാം വർഷമാണ്. സുഹൃത്തുക്കളൊരു കാര്യം മനസ്സിലാക്കും, ഇത് ഒരു സസ്യമാണ്. അതിൻ്റെ സമയത്തേക്ക് വളരാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളേ ഉള്ളൂ. വളരുമില്ല എന്നുള്ളത് എല്ലാ സാഹചര്യങ്ങളും കൃത്യമായെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ പല രീതിയിൽ, പ്രത്യേകിച്ച് കുരുമുളകിന് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം ഒരേ മേനിയിൽ വരണമെന്നില്ല. ഒരു 100 നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 50-60 നിങ്ങൾക്ക് കറക്റ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. നമ്മുടെ ഒരു പ്രോബ്ലം അന്ന് കേട് വന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം ഈ ഒരു രീതിയിലെങ്കിലും കിട്ടിയേനെ. പക്ഷേ നമുക്ക് ചെടി കേട് വന്നുകൊണ്ട് നമുക്ക് അത് ലഭിച്ചില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. നമ്മുടെ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നോ ഒന്നുമല്ല കാര്യം. അതുപോലെ മറ്റൊരു മെയിൻ ഒരു കാര്യം എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, മറ്റുള്ളവർ പറയണത് അതുപോലെ തന്നെ കേട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഒരു 20-30% നിങ്ങൾ മറ്റുള്ളവർ പറയണത് കേട്ടോളൂ. അതിലൊരു കാരണമുണ്ട്. അവർ പറയുന്നത് അവരുടെ തോട്ടത്തിൽ, അവരുടെ മണ്ണിലത്തെ അവർ നട്ട ചെടിയുടെ റിസൾട്ടായിരിക്കും. അതായിരിക്കില്ല നിങ്ങളുടെ തോട്ടത്തിലെ മണ്ണ്, നിങ്ങളുടെ തോട്ടത്തിലെ കാലാവസ്ഥ, നിങ്ങളുടെ തോട്ടത്തിലെ ഷെയ്ഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോ റിസൾട്ട് നമുക്ക് കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്നത് കണ്ടിട്ട് നിങ്ങളിതിലേക്ക് ചാടാൻ വരണ്ട. പക്ഷേ ഇതൊരിക്കലും PVCയിൽ കുരുമുളക് ചെയ്തൊരു നഷ്ടമാവും എന്ന് ഒരാളും പറയേണ്ട ആവശ്യമില്ല. ഇത് നല്ല രീതിയിൽ പിടിച്ച് കയറിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു സ്ഥിരം വരുമാനം തരുന്ന ഒരു ചെടി തന്നെയാണ്, ഒരു വ്യവസായം തന്നെയാണ്. ധൈര്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കോളൂ. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത് പിടിച്ച് കിട്ടാനും പന്തലിച്ച് കയറാനൊക്കെ. ഒരു തവണ ഇത് കംപ്ലീറ്റ് സ്പ്രെഡായി എല്ലാ കാലിലും തൈകൾ സ്പ്രെഡായി കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് 20-30 വർഷത്തേക്കുള്ള നല്ലൊരു ആദായമായിട്ട് നമുക്കിത് കൊണ്ടുനടക്കാൻ പറ്റും. അത്യാവശ്യം ഒരു 100-150 കൊടിയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒരു 10 സെൻറ്റിൽ നമുക്ക് ഏകദേശം ഒരു 100 കാലോളം നമുക്ക് നടാമെന്നാണ് പറയുന്നത്. ഞാൻ ഏകദേശം ഒരു 15 സെൻറ്റിൻ്റെ മേളിൽ ഞാൻ സ്ഥലം നടന്നിട്ടില്ല, ഏകദേശം പറയണതാണ്. ഒരു 200-250 കാലോളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു 100 കൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് 2ാമത്തെ കൊല്ലമായിപ്പോയിക്കും ആദ്യത്തെ കൊല്ലത്തിനേക്കാൾ ഡബിളല്ല ട്രിപ്പിളല്ല അതിനേക്കാൾ കൂടുതലാണ് നമുക്ക് തിരിപ്പിടുത്തം ഇതിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഓരോ കൊല്ലം ഇതിന് പ്രായം കൂടും തോറും പുതിയ തളിര് പൊട്ടലും പുതിയ വള്ളികൾ കയറി വന്നിട്ടായിക്കോട്ടെ, അപ്പോൾ അതിൽ കായ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കൃഷി തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. ആരും ഇതിലേക്ക് ഇറങ്ങണവർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇത് നല്ലൊരു റിസൾട്ടായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവനമാർഗ്ഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ അപകടം കൂടാണ്ട് പോയിട്ടുണ്ട്. 1-2 നല്ല റിസൾട്ടുകളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഇത് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുന്നവർ ഒരിക്കലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് പിന്തിരിഞ്ഞു പോകാനോ പേടിക്കാനോ പോകരുത്. നമ്മുടെ അനുഭവമാണ് പറയണത്. നിങ്ങൾക്കിങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല.